ഞാൻ പ്രിയ. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടി റൂട്ടില് KMEA എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 12 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 16 കിലോമീറ്ററും മാത്രമാണ് ദൂരം വരുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആരാധനാലയങ്ങൾ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്കൂളുകളാണ് നമുക്കിവിടെ അടുത്തുള്ളത്. തേവക്കൽ വിദ്യോദയ സ്കൂൾ അടുത്താണ്, ചാർട്ടർ സ്കൂള്, കൊച്ചിൻ പബ്ലിക് സ്കൂൾ എല്ലാം തന്നെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഈ വീടിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം യൂട്ടിലിറ്റിയോട് കൂടി ചെയ്തിരിക്കുന്ന ഈ വീട് ഉദ്ദേശിക്കുന്ന റേറ്റ് 84 ലക്ഷം രൂപയാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഭംഗിയായ എലിവേഷനിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്, GA പൈപ്പിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ബാൽക്കണിയിൽ ചെയ്തിരിക്കുന്ന ആ ഒരു ഗ്ലാസ് വർക്കുകൾ കാണാം. ഏറ്റവും ടോപ്പിലെ ബാൽക്കണിയിൽ ചെയ്തിരിക്കുന്ന PVCയുടെ വർക്കുകൾ നമുക്ക് കാണാം. ആകെ ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് വളരെ ഭംഗിയായ ഒരു വീടാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിന്റെ വീട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം സ്പേസ് എത്രമാത്രം നമുക്ക് ഓരോ റൂമുകളിലും കിട്ടുന്നുള്ളത്. അപ്പൊ അകത്തുള്ള വിശേഷങ്ങൾ മനോഹരമാണ്, അതിനേക്കാൾ ഭംഗിയാണ് പുറത്തുള്ള വിശേഷങ്ങൾ. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു 800 മീറ്റർ ഒക്കെയാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം 1 ഏക്കറിൽ നമുക്ക് ഒരു 10-25ഓളം വില്ലകൾ വരുന്ന ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമാണ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട്. എലിവേഷനെ കുറിച്ച് പറഞ്ഞ് ഞാൻ ഇനി വീണ്ടും ബോറടിപ്പിക്കുന്നില്ല. വീട്ടിലേക്കുള്ള മതിൽ നോക്കിക്കോളൂ. ഭംഗിയായ ഡിസൈനിലാണ് മതിൽ കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേ സൈഡ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയുള്ള 2 ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. മതിലിൽ നോക്കുവാണെങ്കിൽ ടെക്സ്ചർ വർക്കുകൾ കൂടാതെ തന്നെ നമുക്ക് GA പൈപ്പിനെ കുറിച്ച് ഭംഗിയുള്ള ഡിസൈനുകളും കൂടിയാണ് വന്നിരിക്കുന്നത്. കളർ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ് വീടിന്റെ ബേസ് കോട്ട് വന്നിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഗ്രേ കളറിലുള്ള കുറച്ച് ബോർഡറുകളും പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഭംഗിയായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ കാണാം സ്പോട്ട് ലൈറ്റുകളാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. CCTV ക്യാമറകൾ 4 കോർണറിൽ സ്ഥാപിച്ചിരിക്കുന്നതും അതിന്റെ യൂണിറ്റ് വന്നിട്ട് നമുക്ക് അകത്ത് അവൈലബിൾ ആണ്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ കവേർഡ് ആയിട്ടുള്ള കാർപോർച്ചിലേക്കാണ്. നമുക്കൊരു വലിയ വാഹനം തന്നെ, ഏത് വലിയ കാറും ആയിക്കോട്ടെ, ഇന്നോവ പോലുള്ള ഒരു വലിയ വാഹനത്തെ ഉൾക്കൊള്ളാവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് കിട്ടുന്നത്. കാർപോർച്ചിന്റെ നേരെ മുകളിൽ നോക്കിയാൽ കാണാം ഗ്രേ കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ അവിടെ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്, ഭംഗിയായിട്ടുള്ള LED ലൈറ്റുകൾ വരുന്നുണ്ട്, LED സ്ട്രിപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. EV വെഹിക്കിൾസ് ചാർജ് ചെയ്യാനായിട്ട് ഈ ഭാഗത്ത് ചാർജിങ് പോയിന്റ് ഉണ്ട്. അതിന്റെ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ കാണുന്ന പില്ലറിനെ അറ്റാച്ച് ചെയ്ത് തന്നെ ഭംഗിയായിട്ട് GA പൈപ്പിന്റെ നല്ലൊരു ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാർ പാർക്കിംഗ് ഏരിയയുടെ സൈഡിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് ബാക്കിലേക്ക് പോകുന്ന വഴി എല്ലാം തന്നെ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ബേബി മെറ്റൽ ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൂടെ കവർ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണർ വരുന്നത്. അതിനെ അറ്റാച്ച് ചെയ്ത് ബാക്കി അങ്ങോട്ട് പോകുന്ന അവിടെ തന്നെ നമുക്ക് വർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്യുവാണ്. വീണ്ടും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ കാർ പാർക്കിംഗ് സ്പേസ് കണ്ടു. രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ഏരിയ ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ സൈഡിലൂടെ പോകുമ്പോൾ കാണാൻ ഭംഗിയുള്ള ഒരു ചെറിയ ലാമ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ വെളിച്ചം കിട്ടാനായിട്ട് യൂസ്ഫുൾ ആണ്. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണെങ്കിലും അവിടെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല വിടുത്തിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ രണ്ടാമത്തെ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. നല്ല നീളത്തിലും വീതിയിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 2-3 ചെയറുകൾ ഇടാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. ഒറ്റപ്പാളിയില് നല്ലൊരു സിമ്പിൾ ഡിസൈനിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റിലേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഡോറിന്റെ ദർശനം വരുന്നത്. ഇനി നമുക്ക് അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോർ തുറന്ന് നേരെ നമ്മൾ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടുത്തെ എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ ഫ്ലോർ തന്നെയാണ്. നമ്മൾ എങ്ങും കാണാത്ത നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുള്ള ടൈലാണ് ഇവിടുത്തെ വോളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്ലോസി ആയിട്ട് ഒരു പിസ്ത ഗ്രീനും വൈറ്റും കൂടെ മിക്സ്ചർ ചെയ്തിരിക്കുന്ന, നമുക്ക് ഒരു തവണ നോക്കിയാലും വീണ്ടും വീണ്ടും നോക്കാൻ തോന്നും ഫ്ലോറിലേക്ക്. അത്ര ഭംഗിയായിട്ടുള്ള ടൈലാണ് ഇവിടുത്തെ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് TV വെക്കാനുള്ള സ്പേസ് ആണ് കാണാൻ പറ്റുന്നത്. ഭംഗിയായിട്ട് PVC ലാമിനേഷനോട് കൂടിയിട്ടാണ് ബാക്ക് സൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് TV വെക്കാനുള്ള സ്പേസ് ഒരു ഗ്രേ ഷെയ്ഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ ആയിട്ടും സൈഡിലായിട്ടും നോക്കുവാണെങ്കിൽ കാണാം ഓപ്പൺ ഷെൽഫുകളും ഡോറുകളൊക്കെ വെച്ച് ക്ലോസ് ചെയ്യാവുന്ന ഒരുപാട് സ്റ്റോറേജ് സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഓരോ ഭാഗങ്ങളിലും ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് നേരെ കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ആ സൈഡിൽ നമുക്ക് 4 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിനൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ട്. വളരെ ഭംഗിയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് വിൻഡോകളെല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ ഒരു സ്പേസ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ല വിഡ്ത്തും ലെങ്ത്തും കിട്ടുന്ന ഒരു സ്പേസ് ആണ് ലിവിംഗ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ്, പക്ഷെ വളരെ അട്രാക്റ്റീവ് ആയ രീതിയിലാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് നോക്കിയാൽ നമുക്ക് കാണാം LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ LED ബൾബുകളും അതുപോലെ ഷോ ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. നോർമലി നമുക്ക് എല്ലാവർക്കും ഉള്ള കംപ്ലൈന്റ് ആണ് റൂമുകൾക്ക് വലിപ്പം പോരാന്നുള്ളത്. 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ റൂമുകളിലും നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ എൻട്രൻസ് മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് കുറച്ച് ഷെൽഫുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വലിയൊരു ലിവിംഗ് സ്പേസ് കിട്ടുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത ടേബിളുകളൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 പേര് 6 പേരെ എങ്ങനെയായാലും നമുക്ക് മിനിമം ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കൂടി വന്നാൽ നമുക്ക് 8 പേരെ വരെ ഇവിടെ ഇരുത്താവുന്ന നല്ലൊരു സ്പേസ് ആണ് ഈ ഒരു ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് 4 വിൻഡോസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് കയറി നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത് കാണാം. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് നോക്കിയാൽ കാണാം വുഡൻ കളറിൽ ഔട്ട് ഫ്രെയിം ഇട്ടിട്ട് അകത്തെല്ലാം ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. CCTVയുടെ ആ ഒരു കണക്ഷനും കാര്യങ്ങളും നമുക്ക് ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് വാഷ് ഏരിയ വരുന്നത്. സെറയുടെയാണ് ആ ഒരു സിസ്റ്റം യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാം ബ്ലാക്ക് കളറുള്ള PVC പാനലിംഗ് ലാമിനേഷനോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിരിക്കുന്നത് സെപ്പറേറ്റ് ഒരു കേജിനകത്താണ്. മൾട്ടിവുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. താഴെ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ കേബിള് സ്വിച്ചസ് ഒക്കെ വയറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലും വീഗാർഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിന്റെ റൂഫിലേക്ക് നോക്കുമ്പോൾ സ്റ്റെപ്പ് കയറി പോകുന്ന ഏരിയ എല്ലാം തന്നെ നമുക്ക് ചെയ്തിരിക്കുന്നത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ്. ബാക്കി വരുന്ന കവർ ചെയ്തിരിക്കുന്ന ഏരിയ ഉണ്ട്. അത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം സിമ്പിൾ ആയിട്ടുള്ള ഒരു LED സ്ട്രിപ്പിന്റെ വർക്കുകളും അത്യാവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കാണുന്ന ഭാഗത്ത് ഏറ്റവും ടോപ്പിലേക്ക് നോക്കി നമുക്ക് സ്കൈ വിസിബിൾ ആണ്. ഏറ്റവും മുകളിൽ പെർഗോള മോഡലിൽ ചെയ്തിട്ട് ഗ്ലാസ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കിച്ചൺ ആണ്. കിച്ചണിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പായിട്ട് ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കാണാൻ പറ്റുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് 4 വിൻഡോസും ഇവിടെ 3 വിൻഡോസും കാണാം. വിൻഡോസിനൊക്കെ വളരെ പ്രത്യേകതയുണ്ട്. വളരെ ഭംഗിയായ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വൈറ്റ് കളറിൽ വുഡൻ കളറിലുള്ള ഔട്ട് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലാമിനേഷനോട് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ ഒരു സെലക്ഷൻ ആണ് വാർഡ്രോബുകൾക്ക് വന്നിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പിന്റെ ഒരു സ്ക്വയർ പീസിന്റെ വർക്ക് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ എല്ലാവരുടെയും ആവശ്യമാണ് റൂഫുകളിൽ സിമ്പിൾ ആയ വർക്ക് വേണമെന്നുള്ളത്. എന്നാൽ നമുക്ക് നോക്കുമ്പോൾ വർക്ക് വേണം താനും. അതുപോലുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് റൂഫിലെ വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിളിനായിട്ട് നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ഒരു പോർഷൻ വരുന്നുണ്ട്. മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകളും താഴെ നമുക്ക് ഇതുപോലെ തുറക്കാവുന്ന ഡ്രോയും ഒക്കെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഡോറിന്റെ ഒരു പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്.
ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ എല്ലായിടത്തും സെറയുടെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ വോളിൽ വന്നിട്ട് വൈറ്റ് കളറും ഫ്ലോറിൽ വന്നിട്ട് ഗ്രേ ഷെയ്ഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മിഡിലായിട്ട് ഗ്ലാസ് പാർട്ടീഷൻ കാണാം. ഇപ്പോഴത്തെ എല്ലാവരുടെ ഒരു ആവശ്യമാണ് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വേണമെന്നുള്ളത്. അതും കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇത് നമുക്ക് ഇവിടെ കിച്ചൺ ആണ് കാണാനുള്ളത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനുകളും വർക്കുകളും ഒക്കെ മൾട്ടിവുഡിൽ ചെയ്തിട്ടുണ്ട്. താഴെ PVC ലാമിനേഷന്റെ വർക്കുകളും വരുന്നുണ്ട്. നമ്മൾ എൻട്രൻസിൽ തന്നെ ഭംഗിയായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ക്രോക്കറി ഷെൽഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിൽ ഗ്ലാസ് ഡോർ ആയിട്ടും താഴെ ക്ലോസ് ചെയ്തിരിക്കുന്ന വുഡൻ ഡോറും ആയിട്ടാണ് ക്രോക്കറി ഷെൽഫ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിൽ നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. എൻട്രൻസിൽ ഈ കാണുന്ന വുഡൻ വർക്കുകളുടെ ഇടയിലൊക്കെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിനകത്തേക്ക് നമ്മൾ നേരെ വരുമ്പോൾ ഒരു 4 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിച്ചണിനകത്ത് ലഭിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കാനായിട്ടുള്ളത് ഏറ്റവും വലിയ കൺസേൺ ആണ് ഫ്രിഡ്ജ് വെക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സെപ്പറേറ്റ് ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിന്റെ വലുപ്പത്തിന് യാതൊരു തരത്തിലും എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഓൾറെഡി തന്നെ നമുക്ക് അവിടെ ഒരു സ്പേസ് ഫ്രിഡ്ജിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫാബറിന്റെ ഒരു ചിമ്മിണി വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ 3 വിൻഡോസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഗ്രേ ആണ്, ഗ്ലോസി ആയിട്ടുള്ള ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ നോക്കുവാണെങ്കിൽ കോർണർ ഭാഗത്ത് മാത്രമായിട്ട് ചെറിയ ലൈറ്റുകളും LED സ്ട്രിപ്പുകളാകുമ്പോൾ ഏറ്റവും ടോപ്പിൽ കാണുന്ന കിച്ചൺ ക്യാബിനറ്റ്സിന്റെ ഇടയിലൂടെയും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചണിൽ നിന്നുള്ള ഡോറ് തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയയ്ക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസിലേക്കാണ്. കിച്ചൺ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് വർക്ക് ഏരിയയും ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് സ്ലാബ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും അവിടെയാണ്. മുകളിലും സൈഡിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് 2 സൈഡിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും കൊടുത്തിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കടന്നു വന്ന വഴിക്കുള്ള പെർഗോളയുടെ വർക്ക് നമ്മൾ ഓൾറെഡി താഴെ നിന്ന് കണ്ടതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഷോ ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ വലിയൊരു ഹാളിലേക്കാണ്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 4 വിൻഡോസ് കിട്ടുന്നുണ്ട്. സ്ട്രെയിറ്റ് നേരെ കടന്നു വരുമ്പോഴാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ ഹാള് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മൾട്ടിവുഡ് കൊണ്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. സൈഡുകളിലൊക്കെ ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ് ചെയ്തിട്ടുള്ള ഷെൽഫുകളും നമുക്ക് കിട്ടുന്നുണ്ട്. മെയിൻ TV വെക്കാനായിട്ട് താഴത്തെ പോലെ തന്നെ ഒരു വൈറ്റ് കളറിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് TV വെക്കാനുള്ള ആ ഒരു ബോർഡ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാലും കാണാം സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പിന്റെ വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൽ TV വെക്കാനുള്ള സ്പേസ് കൂടാതെ നമുക്ക് ഈ ഭാഗത്തായിട്ട് റീഡിംഗ് പർപ്പസിനും ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ഇതുപോലെ അറേഞ്ച്മെന്റ് കൂടി കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ടേബിൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഡ്രോസ് കിട്ടുന്നുണ്ട്. മുകളിൽ നമുക്ക് 2 ഷെൽഫുകളോട് കൂടിയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന 2 ബെഡ്റൂമുകളാണ്. നമുക്ക് ഈ രണ്ടാമത്തെ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡോറുകളൊക്കെ സെയിം പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം നമുക്ക് ഇതാണെന്ന് പറയാം. ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. 15-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വലിയ സൈസിൽ തന്നെയാണ് കിട്ടുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 4 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കിയാലും കാണാം സിമ്പിൾ ആയിട്ടുള്ള LED സ്ട്രിപ്പുകളും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് റൂഫിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് ഒക്കെ വന്നിട്ട് സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ ഈ ഒരു ഭാഗത്ത് നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് കൂടി തന്നെ ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മിറർ കിട്ടുന്നുണ്ട്. ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെയും നമുക്ക് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളൊക്കെ സെയിം പാറ്റേണിലും കോമ്പിനേഷനിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടാണ് സെപ്പറേഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനകത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഡോറ് കാണാം. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പില്ലറുകൾ നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്.
റൂഫിൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ആ ഒരു എൻഡ് വരുന്ന ഭാഗത്ത് നോക്കിയാൽ കാണാം സ്പോട്ട് ലൈറ്റുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കൊടുത്തിട്ട് അകത്ത് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി നമുക്കിനി ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. രണ്ട് ബെഡ്റൂമുകളെ പോലെ തന്നെ ഇതും നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അളവ് നോക്കുവാണെങ്കിൽ 13-12 ഫീറ്റ് ആണ് വരുന്നത്. ഈ ഭാഗത്ത് 4 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെയും റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള LED സ്ട്രിപ്പുകളും ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയും സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഡ്രസ്സിംഗ് ടേബിളിന് മാത്രമായിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ഡോർ വെച്ചിട്ടുള്ള ക്ലോസ് ചെയ്യാവുന്ന ഡ്രോസും മിററും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് വലിയൊരു വാർഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സെയിം കളർ കോമ്പിനേഷനിലും പാറ്റേണിലും തന്നെയാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്താണ്. നേരത്തെ കണ്ട സെയിം കളർ കോമ്പിനേഷനിലാണ്. മൂന്നാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിൽ എടുത്തു പറയേണ്ടതാണ്, 3 എണ്ണത്തിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ് കാണാനുള്ളത്. യൂട്ടിലിറ്റി എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റില്ല, ബാത്ത് അറ്റാച്ച്ഡ് അല്ലാത്തൊരു ബെഡ്റൂം എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റൂമിനെ എങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വിൻഡോസും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാതിലും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ് കണക്ഷനും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ വാഷ് ബേസിൻ ഫെസിലിറ്റിയും മിററും കൂടി നമുക്ക് ഇവിടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം സിമ്പിൾ ആയിട്ട് തന്നെയാണ് വർക്കുകൾ വരുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല, മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് മാത്രമാണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളൊക്കെ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടും സേഫ് ആയിട്ടും കോൺക്രീറ്റിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടി റൂട്ടിൽ KMEA എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. സ്കൂളുകളാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നും ഏകദേശം 5-10 മിനിറ്റിൽ എത്താവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസും ഒരു വർക്ക് ഏരിയയോടും കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 സെന്റിൽ 3 ബെഡ്റൂം 1900 സ്ക്വയർ ഫീറ്റിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം റൂമുകൾക്കും നമുക്ക് എക്സ്ട്രാ വരുന്ന സ്പേസും ഒക്കെ ഒരുപാടാണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നല്ല ആഴത്തിലുള്ള നല്ലൊരു കിണർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, 4 സെന്റ് ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 3 BHK പ്ലസ് യൂട്ടിലിറ്റി ഏരിയ പ്ലസ് ഒരു വർക്ക് ഏരിയ കൂടിയാണ് ഈ ഒരു വീടിനുള്ളത്. ഒരു വലിയ വാഹനത്തിന് പാർക്ക് ചെയ്യാനും ഒരു ചെറിയ കാറിന് പാർക്ക് ചെയ്യാനും 2 വാഹനങ്ങൾക്ക് സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇന്നോവ പോലുള്ള വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇപ്പോഴത്തെ കാലത്ത് വീടുകൾ കിട്ടുക എന്നുള്ളത് റെയർ ആണ്. ആ ഒരു ചാൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. 2 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 84 ലക്ഷം രൂപയാണ്. 84 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഓണറുമായി ഡയറക്റ്റ് എടുത്ത് സംസാരിച്ച് നിങ്ങളുടെ റേറ്റും ഓണറുടെ റേറ്റും ഒക്കെ സംസാരിച്ച് നല്ലൊരു നെഗോസിയേഷനോട് കൂടി നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് സ്വന്തമാക്കാൻ മാർബിൾ ഹോംസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഉറപ്പാക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്കാണ് വിളിക്കേണ്ടത്. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.